സോ ഫൈനലി വി ആർ ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഹോം തട്ടകത്തിൽ വെച്ച് അതിശക്തരായിട്ടുള്ള മുംബൈ സിറ്റി FC നേരിടാൻ പോകുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ളൊരു മത്സരം കൂടിയാണിത്. ഈ ഒരു സീസണിലെ ആദ്യ മത്സരം എഗെയിൻസ്റ്റ് മോഹൻ ബഗാനെതിരെ നമ്മൾ ഒരു പരാജയത്തിന് ശേഷമാണ് മറ്റൊരു മത്സരത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. നമ്മുടെ നിലവിലെ ഒപ്പോണൻ്റ് ആയിട്ടുള്ള മുംബൈ സിറ്റി ആണെങ്കിലോ കഴിഞ്ഞ ദിവസം ചെന്നൈയിൻ FCക്കെതിരെയായിട്ട് എതിരില്ലാത്ത ഒരു ഗോളിൻ്റെ മാർജിനിലാണ് വിജയിച്ചിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരവും മുംബൈയുടെ ആദ്യ മത്സരവും കൂടി നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ എത്രയോ ഭേദപ്പെട്ടൊരു പെർഫോമൻസ് ആണ് മുംബൈ സിറ്റി കാഴ്ചവെച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലോ കഴിഞ്ഞ മോഹൻ ബഗാനെതിരെയായിട്ടുള്ള മത്സരത്തിൽ ഒറ്റൊരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും എടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളൊരു മോശം റെക്കോർഡാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളിൽ ഇപ്പോൾ ഉള്ളത്. ഇനി അതൊക്കെ വിട്ടളയാം, ഇനി ഇവിടെ നിന്ന് എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇനിയിപ്പോൾ ഈ വരാൻ പോകുന്ന ഈ ഒരു മത്സരത്തിന് ശേഷവും റിസൾട്ടിൽ വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകൻ ഡേവിഡ് കറ്റാലയുടെ ആ ഒരു സ്ഥാനത്തിൻ്റെ കാര്യവും ഏകദേശം തീരുമാനമാവും. ഇനി ഈ ഒരു മത്സരം എങ്ങനെയാണ് നോക്കിക്കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു സീസൺ ISL എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. പോയിന്റ് ടേബിളിൽ ആദ്യ ഷീൽഡിന് വേണ്ടി ആ ഒരു സ്ഥാനം ഉറപ്പിക്കുന്ന ആൾക്ക് തന്നെയാണ് ISL കിരീടം എന്നതുകൊണ്ട് തന്നെ ഓരോ മത്സരങ്ങളിലും മാക്സിമം പോയിന്റുകൾ ഗെയിൻ ചെയ്യാൻ വേണ്ടിയേ പല ക്ലബ്ബുകളും നല്ല ISL കളിക്കുന്ന എല്ലാ ക്ലബ്ബുകളും ശ്രമിക്കുകയുള്ളൂ. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലോ ആദ്യ മത്സരത്തിൽ തന്നെ 3 പോയിന്റുകൾ നഷ്ടമാക്കി കഴിഞ്ഞു. മുംബൈ സിറ്റി ആണെങ്കിലോ 3 പോയിന്റുകൾ നേടിയെടുത്തുകൊണ്ടാണ് മറ്റൊരു മത്സരം എഗെയിൻസ്റ്റ് ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ 6 പോയിന്റുകൾ ലക്ഷ്യമിടും. ബ്ലാസ്റ്റേഴ്സിനാണെങ്കിലോ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ആ ഒരു 3 പോയിന്റുകൾ നേടിയെടുത്താലേ മതിയാവും. എന്തായാലും ഭയങ്കര വീറും വാശി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മത്സരം തന്നെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഹോം സ്റ്റേഡിയം ആയിട്ടുള്ള കൊച്ചിയിൽ വെച്ചാണ് മത്സരം. ഇരുവരുടെയും ആ ഒരു ലൈനപ്പും കാര്യങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഇരുവരുടെയും ആ ഒരു ഹെഡ് ടു ഹെഡ് എന്ന് നമുക്കൊന്ന് കാണാം. നമ്മളുടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന 80-90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു സെനിറ്റ്സ് ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ചാനൽ ചരിത്ര പ്രശസ്തമായിട്ടുള്ള അംഗീകാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടും പിന്തുണയും മാത്രം കൊണ്ടാണ് ഇത്രയും വലിയൊരു, ഞാൻ വിചാരിക്കുന്നതിലപ്പുറം വൈഡർ ഓഡിയൻസിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ചെന്നെത്തുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾ ഇനി അങ്ങോട്ടും മുന്നോട്ടും കട്ടയ്ക്ക് കൂടെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഹെഡ് ടു ഹെഡിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെയും മുംബൈയുടെയും ഇതുവരെയുള്ള ISL റെക്കോർഡ് വെച്ചിട്ടുള്ള കണക്കുകൾ നോക്കാം. അതായത് ബ്ലാസ്റ്റേഴ്സും മുംബൈയും തമ്മിൽ ഇതുവരെ 20 മത്സരങ്ങളാണ് കോമ്പറ്റീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ മുംബൈ സിറ്റിക്ക് ബ്ലാസ്റ്റേഴ്സിനെതിരെ 9 വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിനായിക്കോട്ടെ മുംബൈ സിറ്റിക്കെതിരെ 5 വിജയം മാത്രമേ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇരുവർ തമ്മിൽ 6 തവണയായിട്ട് സമനിലയിൽ കുരുങ്ങിയിട്ടുമുണ്ട്. സ്വാഭാവികമായിട്ടും മുംബൈ സിറ്റിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് 9 തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മുംബൈ സിറ്റി ആണെങ്കിൽ കൂടി ബ്ലാസ്റ്റേഴ്സിനെതിരെ 5 തവണ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പരാജയം അതിനി വരുന്ന മത്സരത്തിൽ ആരായിരിക്കും എന്നുള്ളത് വഴിയെ കണ്ടു തന്നെ അറിയാം. ഇനി ഇരുവർ തമ്മിലുള്ള ഒരു അടിച്ചു കൂട്ടിയിട്ടുള്ള ഒരു ഗോളുകളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ മുംബൈ സിറ്റി അടിച്ചിട്ടുള്ള ഗോളുകൾ എന്ന് പറയുമ്പോൾ 30 ഗോളുകളാണ് ഇന്നേ വരെ ISL അടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലോ മുംബൈ സിറ്റിക്കെതിരെ ആകെ കൂടെ 17 ഗോളുകൾ മാത്രമേ അടിച്ചു കൂട്ടിയിട്ടുള്ളൂ. ഇതുവരെയുള്ള ISL കണക്കുകളുടെ റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പൂർണ്ണാധിപത്യം മുംബൈ സിറ്റിക്ക് തന്നെയാണ്. ഓക്കെ, ഇനി ഇരുവരുടെയും കഴിഞ്ഞൊരു സീസണിലെ മാത്രം കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. മുംബൈ സിറ്റിയുടെ ആണെങ്കിൽ കഴിഞ്ഞൊരു സീസണിലെ പീറ്റർ ക്രാക്ക് തന്നെയാണ് ഈ വർഷത്തെയും ആ ഒരു പരിശീലക സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും കഴിഞ്ഞ സീസണിലെ കറ്റാല തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വർഷത്തെയും പരിശീലകൻ. അപ്പോൾ കഴിഞ്ഞൊരു സീസണിലെ റെക്കോർഡ് നോക്കാം. ബ്ലാസ്റ്റേഴ്സ് ആയിക്കോട്ടെ കഴിഞ്ഞ സീസണിൽ മൊത്തം 24 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. മുംബൈ സിറ്റി ആണെങ്കിൽ കഴിഞ്ഞൊരു സീസണിൽ 25 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ആ ഒരു മത്സരങ്ങളിൽ നിന്ന് തന്നെ 24 മത്സരങ്ങളിൽ നിന്നും 33 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഇനി മുംബൈ സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ 25 മത്സരങ്ങളിൽ നിന്നും 29 ഗോളുകൾ മാത്രമേ മുംബൈ സിറ്റിക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഗോൾ കൺസീഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ഗോൾ വഴങ്ങിയ കണക്കുകൾ പറയാനാണെങ്കിൽ 37 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞൊരു സീസണിൽ വഴങ്ങിയിട്ടുള്ള ഗോളുകളുടെ ഒരു മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മുംബൈ സിറ്റി വഴങ്ങിയ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 33 ഗോളുകൾ മാത്രമേ മുംബൈ സിറ്റി വഴങ്ങിയിട്ടുള്ളൂ. വലിയൊരു ഡിഫറൻസ് ഇല്ല, എന്നാൽ കൂടി ഗോൾ വഴങ്ങിയ കണക്കുകൾ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ നിരാശപ്പെടുത്തുന്നുണ്ട്. ഇനി കഴിഞ്ഞൊരു സീസണിലെ അസിസ്റ്റുകളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് 24 അസിസ്റ്റ് ആണെങ്കിൽ മുംബൈ സിറ്റിക്ക് ആയിക്കോട്ടെ 14 അസിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞൊരു ഒറ്റ
സീസണിലെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾ കൺസീഡിങ് എന്നുള്ള ഒരു നെഗറ്റീവ് ഫാക്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൂർണ്ണ ആധിപത്യം ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. ഈ ഒരു സീസണിലും ആദ്യ മത്സരത്തിൽ അൺവാണ്ടഡ് ആയിട്ട് തന്നെ അവസാന നിമിഷം ബ്ലാസ്റ്റേഴ്സ് ഗോൾ കൺസീഡ് ചെയ്തിരുന്നു എന്നതുകൊണ്ട് തന്നെ ഗോൾ കൺസീഡിങ് എന്നുള്ളൊരു ഫാക്ടറും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾ ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇരുവരുടെയും ആ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കും. ആദ്യം തന്നെ മുംബൈ സിറ്റിയുടെ ഫോർമേഷനിലേക്ക് വരികയാണെങ്കിൽ മുംബൈ സിറ്റിയുടെ മുഖ്യ പരിശീലകനായിട്ടുള്ള പീറ്റർ ക്രാറ്റ്കി ഇറക്കാൻ സാധ്യതയുള്ള ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 4-2-3-1 എന്നൊരു ഫോർമേഷനിലാണ്. അതിൽ ഗോൾ കീപ്പറായിട്ട് പൂർബ ലജൻബയാണ് വരുന്നത്. ഇനി പ്രതിരോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ബാക്കിൽ സാഹിൽ പൊൻവാറും ഒപ്പം ന്യൂനോ പൈറസുമാണ്. ഇനി വിങ് ബാക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് വിങ് ബാക്കിൽ വാൽപൂയയും ലെഫ്റ്റ് വിങ് ബാക്കിൽ ആകാശ് മിശ്രയുമാണ്. ഇനി 4-2-3-1 എന്നൊരു ഫോർമേഷനിൽ മധ്യനിരയിൽ ജോണി കൗക്കോയും ഒപ്പം സ്ലൗങ്കയുമാണ് വരുന്നത്. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലാണ് വിക്രം പ്രതാപ് സിംഗും വരുന്നത്. മുംബൈ സിറ്റിയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഒരു പ്രധാന സാന്നിധ്യം തന്നെയായിരുന്നു ജോർജ് ഓർട്ടിസ്. കഴിഞ്ഞ ചെന്നൈയിൻ എഫ്സിക്കെതിരെയായിട്ടുള്ള മത്സരത്തിൽ വെച്ച് ഇദ്ദേഹത്തിന് പരിക്ക് നേരിട്ടതിനെ തുടർന്ന് ഇദ്ദേഹം അടുത്ത ബ്ലാസ്റ്റേഴ്സിനെതിരെയായിട്ടുള്ള മത്സരത്തിൽ ഉണ്ടാകാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ മുംബൈ ക്യാമ്പിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നതുകൊണ്ട് തന്നെ വിക്രം പ്രതാപ് തന്നെയായിരിക്കും ആ ഒരു മധ്യനിര കൈകാര്യം ചെയ്യുക. ഇനി വിങ്ങുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാലിയൻ സുവാല ചാങ്തയും ഒപ്പം ലെഫ്റ്റ് വിങ്ങിൽ ബ്രാൻഡൻ ഫെർണാണ്ടസുമാണ്. ഇനി എലോൺ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊക്കെ ഒരുപാട് പരിചയവും കേട്ടുകേൾവിയുള്ള താരമാണ് പറയുന്നത് ജോർജെ പെരേര ഡിയാസിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന മത്സരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു താരം തന്നെയാണ് പെരേര ഡയസ്. ബോക്സിനകത്ത് എത്ര വലിയ അപകടങ്ങളാണ് ഇദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം ഏറ്റവും അധികം കരുതലോടെ തന്നെ നോക്കിക്കാണേണ്ട ഒരു താരം അത് ഈ പറഞ്ഞ പെരേര ഡയസ് തന്നെയാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിലേക്ക് വരാം. ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാല ഇറക്കാൻ പോകുന്നൊരു ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-2-3-1 എന്നൊരു ഫോർമേഷനിൽ തന്നെയാണ്. ഇപ്പോൾ ഗോൾ കീപ്പറായിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷ് തന്നെയാണ്. ഇനി പ്രതിരോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ബാക്കിൽ ഗുനിയ താരമായിട്ടുള്ള ഒമർ ബായാണ് വരുന്നത്. നമുക്കറിയാം കഴിഞ്ഞൊരു മത്സരത്തിൽ അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ആണ് ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഒപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ബിഗ ഷ്യൊമ്യാമുമാണ് വരുന്നത്. ഇനി വിങ് ബാക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് വിങ് ബാക്കിൽ നമ്മുടെ ഐബാൻ ഡോഗ്ലിങ്ങും ലെഫ്റ്റ് വിങ് ബാക്കിൽ മുഹമ്മദ് ഷെഹീഫുമാണ്. ഒരുപക്ഷെ ഷെഹീഫ് അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഐബാൻ നവോച്ച സിംഗ് ആവാനുള്ളൊരു പോസിബിലിറ്റിയും കാണുന്നുണ്ട്. ഇനിയിപ്പോൾ കോച്ച് പ്രിഫർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഷെഹീഫ് ആവാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലും വരുന്നത്. ഇനി ഡിഫൻസീവ് മിഡിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് നമ്മുടെ റൗളിംഗ് ബോർജസും മറ്റൊന്ന് വിപിൻ മോഹനനുമാണ്. കഴിഞ്ഞൊരു മത്സരത്തിലെ സ്ട്രാറ്റജി വമ്പനെ പരാജയപ്പെട്ടു പോയിരുന്നു. അതായത് ISL ഫസ്റ്റ് ഡെബ്യൂട്ട് മത്സരത്തിൽ തന്നെ എബിൻ ദാസിനെ ഇലവനിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ടീമിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നതുകൊണ്ട് തന്നെ റൗളിംഗ് ബോർജസും വിപിൻ മോഹനും തന്നെയാണ് ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് കൈകാര്യം ചെയ്യുക. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ജർമ്മൻ താരമായിട്ടുള്ള മാർലോൺ റൂട്ട്സ് കൂടി 11ലേക്ക് വരികയാണ്. ഇനി വിങ്ങുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് വിങ്ങിൽ നിഹാൽ സുധീഷും ലെഫ്റ്റ് വിങ്ങിൽ നമ്മുടെ ഫ്രഞ്ച് താരമായിട്ടുള്ള കെവിൻ യോക്കുമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്പീഡി വിങ്ങുകളാണ്. ഞാൻ കൊറൂസിങ്ങിനെ സജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലും റൈറ്റ് വിങ്ങിൽ നിഹാലിനെ ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക. ഒപ്പം 11ലേക്കാണെങ്കിൽ യോക്കെ കൂടി ലെഫ്റ്റ് വിങ്ങിൽ വരികയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി എലോൺ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് താരമായിട്ടുള്ള വിക്ടർ ബെർഡോമിയോ എന്ന് പറയുന്ന ഈ ഒരു താരമാണ്. കഴിഞ്ഞൊരു മത്സരത്തിൽ പരിക്കിൻ്റെ ഒരു സൂചന കാണിച്ചുവെങ്കിലും ഹീസ് ഓക്കെ എന്നാണ് നമുക്ക് ഇപ്പോൾ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ വരാൻ പോകുന്ന മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതിനേക്കാൾ ഉപരി ബ്ലാസ്റ്റേഴ്സിന് ഭയങ്കര നിർണായകമായിട്ടുള്ളൊരു മത്സരം കൂടിയാണിത്. ഈ ഒരു 3 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. സോ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി മത്സരം കഴിഞ്ഞതിന് ശേഷം മാച്ച് ഡീകോഡിംഗ് അനാലിസിസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ മറ്റു പുതുപുത്തൻ വിശേഷങ്ങൾ ഡീകോഡിംഗ് അപ്ഡേഷനുമായി സെൻസ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.